വൈറ്റ് മീഡിയ മലയാളം ഇന്നൊരു യാത്രയിലാണ്. കർണാടക ജില്ലയിലെ ഗോപാലസ്വാമി ബെഡ് അഥവാ ഗോപാലസ്വാമി ഹിൽസ്. വയനാട് ജില്ലയിലെ ബത്തേരിയിൽ നിന്ന് തുടങ്ങി മുത്തങ്ങ വഴി ഗുണ്ടൽ പേട്ട് വഴി ഗോപാലസ്വാമി ഹില്ലിലേക്ക്. മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു വേണം നമുക്ക് ഗുണ്ടൽപേട്ടിലേക്ക് യാത്ര തിരിക്കാൻ. ഇവിടെ നിന്നും ഏകദേശം 64 കിലോമീറ്ററാണ് ഗുണ്ടൽപേട്ടിലേക്കുള്ള ദൂരം. രാത്രി യാത്രാ നിരോധനമുള്ളതിനാൽ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുക. വന്യമൃഗങ്ങൾ ധാരാളമുള്ളതിനാൽ കാട്ടിലൊരിടത്തും പാർക്കിംഗ് അനുവദനീയമല്ല. ഗുണ്ടൽപേട്ട് എത്തുന്നതുവരെ ഹോട്ടലുകളോ പെട്രോൾ സ്റ്റേഷനുകളോ ഇല്ലാത്തതുകൊണ്ട് സഞ്ചാരികൾ എല്ലാവരും തന്നെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. കർണാടക ബോർഡർ എത്തുന്നതിനു മുന്നേ പൊൻകുഴി എന്ന സ്ഥലത്തുള്ള സീതാക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സീതാക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഹനുമാൻ ക്ഷേത്രവും റോഡിന് മറുവശത്തായി ശ്രീരാമക്ഷേത്രവുമുണ്ട്. പിതൃതർപ്പണത്തിന് പേരുകെട്ടതാണ് ശ്രീരാമക്ഷേത്രം. ഇല്ലിക്കാടുകളും വൃക്ഷങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെയായി പൊൻകുഴിപ്പുഴ ഒഴുകുന്നത് കാണാം. ക്ഷേത്രത്തിനോടടുത്തു തന്നെ ഒരു കുളവുമുണ്ട്. സീതാതീർത്ഥം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഗോപാലസ്വാമി പേട്ടിലേക്കുള്ള യാത്രാമധ്യേ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു കിടക്കുന്ന ഏക്കറു കണക്കിന് സൂര്യകാന്തി പാടമാണ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് സൂര്യകാന്തി കൃഷിയുടെ സീസൺ എന്ന് പറയുന്നത്. ജൂലൈ അവസാന വാരമാകുമ്പോഴേക്കും പൂക്കൾ പൂർണ്ണമായും വിടരുകയും അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ ഫോമിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ സമയങ്ങളിലാണ് സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഈ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നത്. എല്ലാ സീസണിലും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരുപക്ഷെ ഈ വർഷം നിരാശപ്പെടേണ്ടി വരും. കർണാടകത്തിൽ ലഭിച്ച മഴക്കുറവ് സൂര്യകാന്തി കൃഷിയെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ കർഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ സൂര്യകാന്തി കൃഷി ചെയ്ത പല പാടങ്ങളും ഇന്ന് തരിച്ചിട്ടിരിക്കുകയാണ്. അവിടെയെല്ലാം തന്നെ മറ്റു കൃഷികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സൂര്യകാന്തി പൂക്കളുടെ ഭംഗി നമ്മൾ കണ്ടിരിക്കണം. ഒരിക്കൽ കണ്ടാൽ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റുന്നതാകും ഈ സൂര്യകാന്തി പൂക്കളുടെ മനോഹാരിത.
ഗോപാൽസ്വാമി ബേട്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വരെ മാത്രമേ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. 30 രൂപ പാർക്കിംഗ് നിരക്കിൽ നമ്മുടെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് കർണാടക റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകളെ നമ്മൾ ആശ്രയിക്കണം. 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെ സർവീസ് നമുക്ക് ലഭ്യമാണ്. നമ്മളിപ്പോൾ ഗോപാൽസ്വാമി ഹില്ലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ. നല്ല കാറ്റും മഴയും അതുപോലെ തന്നെ കോടയും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപാലസ്വാമി ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പുരാതന കാലം മുതൽക്കേയുള്ള ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പാറക്കല്ലുകൾ കൊണ്ടാണ്. ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ എപ്പോഴും നല്ല മൂടൽമഞ്ഞും തണുത്ത കാറ്റുമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. കരിങ്കല്ലിൽ തീർത്ത ഒരുപാട് കൊത്തുപണികൾ ഈ ക്ഷേത്രത്തെ വളരെ മനോഹരമാക്കുന്നു. വനമേഖലയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് വന്യജീവികൾ സ്ഥിരം സന്ദർശകരാണ്. മുത്തങ്ങ കടന്ന് ബന്ദിപ്പൂർ കാട്ടിലൂടെ ഒരു വനയാത്ര. മനോഹരമായ വനക്കാഴ്ചയും വന്യജീവികളും. വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങളുമായി ഗുണ്ടൽപേട്ട്. മനോഹരമായ കാറ്റും കുളിരും ക്ഷേത്ര കാഴ്ചകളുമായി ഗോപാൽസ്വാമി ബേട്ട്. ഇവയെല്ലാം ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം.